ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ സുരേന്ദർ ആകെ കൂടെ പെട്ട അവസ്ഥയിലാണുള്ളത്. അവനിങ്ങനെ മേഘയോട് യാചിക്കുന്നുണ്ട്, ചേച്ചി ചേച്ചി പോലീസിനെ വിളിക്കല്ലേ ചേച്ചി, ഞാൻ എങ്ങനെയെങ്കിലും അവരെ കണ്ടുപിടിച്ചിട്ട് ചേച്ചിയുടെ പണം തിരിച്ച് വാങ്ങിത്തരാം ചേച്ചി. അപ്പോൾ മേഘ ദേഷ്യത്തോട് ചോദിക്കുകയാണ്, നിന്നെക്കൊണ്ട് ഇനി ഒന്നിനും സാധിക്കില്ല, പറ അവരെവിടെയാണ് ഉള്ളത്. അപ്പോഴാണ് സുരേന്ദ്രൻ പറയുന്നത്, എന്നെ പറ്റിച്ചിട്ട് അവർ വെസ്റ്റ് ബംഗാളിലേക്ക് പോയിരിക്കുകയാണ്. അത് കേട്ട സമയത്ത് മേഘ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിത്തരിച്ചു. കാരണം സ്വന്തം നാട്ടിൽ പോലും അല്ല ഉള്ളത്, ഇനി എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് അറിയില്ല. അപ്പോൾ വീണ്ടും വീണ്ടും സുരേന്ദ്രൻ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ വാങ്ങിത്തരാം പണം എന്ന്. അപ്പോൾ നാട്ടിൽ പോലും ഇല്ലാത്ത അവരുടെ അടുത്ത് നിനക്ക് എങ്ങനെ വാങ്ങിക്കാൻ സാധിക്കുമെന്ന് മേഘ ദേഷ്യത്തോട് ചോദിക്കുകയാണ്. ഇവിടെ നിന്നുകൊണ്ട് നിന്നെക്കൊണ്ട് എങ്ങനെയാടാ അത്രയും ദൂരത്തുള്ള അവരുടെ അടുത്ത് പോയി പണം വാങ്ങിക്കാൻ പറ്റുക? മേഘയുടെ ദേഷ്യം കുറയുന്നുണ്ടായിരുന്നില്ല. സുരേന്ദ്രൻ ഒന്നും പറയാതെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ സിദ്ധു ആണെങ്കിലും ചന്ദ്രികയാണെങ്കിലും ഒന്നും പറയുന്നില്ല. അവർ തമ്മിൽ തന്നെ തീർക്കട്ടെ എന്നുള്ള പോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, ഞാൻ ഇപ്പം തന്നെ പോലീസിൽ വിവരം അറിയിക്കാം, അവരെ അറിയിച്ചാൽ മാത്രമേ എനിക്ക് എൻ്റെ പണം കിട്ടുള്ളൂ. മേഘ ശരവണനും വിളിക്കുന്നുണ്ട്. അപ്പോൾ സുരേന്ദ്രൻ ഇങ്ങനെ കാല് പിടിക്കുകയാണ്, ചേച്ചി ചേച്ചി വേണ്ട ചേച്ചി, കാല് പിടിക്കാൻ ചേച്ചി, പോലീസിനെ വിളിക്കല്ലേ ചേച്ചി, ഇങ്ങനെ ഒരു കേസിൽ എന്നെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പുറം ലോകം കാണാൻ പറ്റില്ല ചേച്ചി, പ്ലീസ് ചേച്ചി, അച്ഛാ ഒന്ന് പറ അച്ഛാ. പക്ഷെ ആരും സുരേന്ദ്രന് വക്കാലത്ത് സംസാരിക്കുന്നില്ല. അപ്പോൾ അവൻ തന്നെ പറയുന്നുണ്ട്, ചേച്ചി ചേച്ചി ഇങ്ങനെ ഒരു കേസിൽ എന്നെ പിടിച്ചു കഴിഞ്ഞാൽ അവരെന്നെ അടിച്ച് കൊല്ലും ചേച്ചി. അപ്പോൾ മേഘ ദേഷ്യത്തോടെ പറയാണ്, ഇനി അങ്ങോട്ട് നീ ജീവിച്ചാൽ എന്താ മരിച്ചാൽ എന്താ, എനിക്ക് ഒരു കുഴപ്പമില്ലടാ. മേഘ നിർദാക്ഷിണ്യം അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ശരവണനും സുരേന്ദ്രനും എന്താ പറയേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു. കാരണം സ്വന്തം അനിയനെക്കുറിച്ചാണ് മേഘ അങ്ങനെ പറയുന്നത്. അപ്പോൾ മേഘ ദേഷ്യത്തോട് പറയുന്നുണ്ട്, സ്വന്തം ചേച്ചിക്കെതിരെ ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയ നീ തീരെ മനസാക്ഷി ഇല്ലാത്ത ഒരുത്തനാണ്. ഇപ്പം തന്നെ ഞാൻ ഫോൺ ചെയ്ത് പോലീസിന് വിവരം അറിയിക്കാൻ പോവാണ്, നീയൊക്കെ ജയിലിൽ പോയ എനിക്കെന്താ. എന്നിട്ട് മനോഹരനോട് ഫോൺ വാങ്ങിക്കുകയാണ്. മേഘ സുരേന്ദ്രനോട് യാതൊരു കരുണയില്ലാതെയാണ് പെരുമാറുന്നത്. ആ ഒരു ഇത് നോക്കി നിൽക്കുകയാണ് സിദ്ധാർത്ഥ ചന്ദ്രികയും. അപ്പോൾ മേഘ ഫോൺ വാങ്ങിച്ച സമയത്ത് സുരേന്ദ്രൻ വന്ന് കാല് പിടിക്കുന്നുണ്ട്, ചേച്ചി ചേച്ചി വേണ്ട ചേച്ചി, പ്ലീസ് ചേച്ചി, ചേച്ചി പ്ലീസ് ചേച്ചി, ഫോണ് വിളിക്കല്ലേ ചേച്ചി, ഫോണ് വിളിക്കല്ലേ ചേച്ചി. പക്ഷേ സുരേന്ദ്രൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് മേഘ നേരെ പോലീസിൽ കോൾ ചെയ്തിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. മേഘ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കോള് കട്ട് ചെയ്തപ്പോൾ ശരവണൻ ഭയത്തോടെ വിളിക്കുന്നുണ്ട് മേഘ. പക്ഷെ അയാളെ മുഴുവിപ്പിക്കാൻ മേഘ സമ്മതിക്കുന്നില്ല, കൈകൊണ്ട് വിലക്കുകയാണ്. അച്ഛാ മതി, പോലീസുകാർ വരട്ടെ, ഞാൻ സംസാരിച്ചോളാം. ആരും പിന്നീട് ഒന്നും പറയുന്നില്ല. എല്ലാവരും ദേഷ്യത്തോടെ തന്നെയാണ് നിൽക്കുന്നത്. ആ സമയത്ത് പെട്ടെന്നാണ് സുരേന്ദ്രന് തോന്നുന്നത്, ഇനി ഇവിടെ നിന്നാൽ പന്തിയല്ലാന്ന്. പെട്ടെന്ന് എല്ലാവരുടെയും ശ്രദ്ധ മാറിയെന്ന് തോന്നിയ നിമിഷം സുരേന്ദ്രൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായതുകൊണ്ട് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത് ആർക്കും അറിയില്ലായിരുന്നു. പക്ഷെ സിദ്ധാർത്ഥ് വേഗം തന്നെ സുരേന്ദ്രന്റെ പിന്നാലെ ഓടിയിട്ടുണ്ടായിരുന്നു. സുരേന്ദ്രൻ ഓടി ഗേറ്റിനടുത്തെത്തിയ സമയത്ത് സിദ്ധാർത്ഥന് അവനെ കിട്ടില്ല എന്ന് തോന്നിയപ്പോൾ കാലിന് നേരെ ഒരു വടിയെടുത്ത് എറിയാണ്. സുരേന്ദ്രൻ വീണ സമയത്ത് സിദ്ധാർത്ഥ് വന്നിട്ട് അവനെ പിടിച്ചിട്ട് പൊതിരെ തല്ലുന്നുണ്ട്. ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് രക്ഷപ്പെടാമെന്ന് കരുതിയോ? വാടാ ഇങ്ങോട്ട്, ചെയ്യുന്നതെല്ലാം കള്ളത്തരം, എന്നിട്ട് നിനക്ക് രക്ഷപ്പെടുകയും വേണം അല്ലേ എന്ന് പറഞ്ഞിട്ട് നല്ലോണം തല്ലു കൊടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്. സുരേന്ദ്രൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചുകൊണ്ടാണ് സിദ്ധാർത്ഥ് കൂട്ടിക്കൊണ്ട് വരുന്നത്. രക്ഷപ്പെടാൻ നോക്കുന്നോ എന്നൊക്കെ പറഞ്ഞ് തല്ലുന്നുണ്ടായിരുന്നു. മേഘയ്ക്ക് വല്ലാത്ത നാണക്കേട് തോന്നുകയാണ്. കാരണം അവളുടെ സഹോദരനെയാണ് ചെയ്യുന്നത്, അതും ചെയ്യുന്നതാണെങ്കിൽ മേഘയെ പറ്റിച്ചു എന്നുള്ള ഒരു കുറ്റത്തിനും. ഇവനെയൊക്കെ പോലീസിന് തന്നെയാണ് പിടിച്ചു കൊടുക്കേണ്ടത്. മുത്തശ്ശിയും പറയുന്നുണ്ട്. ശരവണനാകെ നാണക്കേടോടെ തലതാഴ്ത്തി നിൽക്കുകയാണ്. സ്വന്തം മകനെയാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുന്നത്. ആ സമയത്ത് പോലീസും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പോലീസ് വന്നപ്പോൾ സിദ്ധാർത്ഥ് അവനെ പിടിച്ച് തള്ളിക്കൊടുക്കുകയാണ്. സർ, ഇവരാണ് സർ ആ കുറ്റവാളി. അപ്പോൾ പോലീസ് പിടിച്ചിട്ട് സുരേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, എവിടെ നിൻ്റെ കൂട്ടുകാരൊക്കെയെന്ന്. അപ്പോൾ സുരേന്ദ്രൻ പറയാണ്, അവരൊക്കെ രക്ഷപ്പെട്ടു പോയി സർ. രക്ഷപ്പെട്ടു പോയതാണോ അതോ രക്ഷപ്പെടുത്തിയതാണോ? പോലീസ് സംശയത്തോടെ ചോദിക്കുകയാണ്. ഞാനല്ല സർ അവരെ രക്ഷപ്പെടുത്തിയത്, സുരേന്ദ്രൻ ഭയത്തോടെ പറയുന്നുണ്ട്. അവരെന്നെയും പറ്റിച്ചിട്ട് പണവും എടുത്ത് കടന്നു കളഞ്ഞതാണ് സർ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് പോലീസുകാരെ സുരേന്ദ്രൻ്റെ ജീപ്പിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് കോൺസ്റ്റബിളിനോട് പറയുകയാണ്. സർ വേണ്ട സർ എന്നൊക്കെ സുരേന്ദ്രൻ പറയുന്നുണ്ട്. ശരവണനും ശ്രമിക്കുന്നുണ്ടായിരുന്നു മകനെ രക്ഷിക്കാൻ. അങ്ങനെ സുരേന്ദ്രൻ്റെ ജീപ്പിലേക്ക് കയറ്റുന്ന സമയത്ത് മേഘ പോലീസുകാരോട് പറയുന്നുണ്ട്, സർ നിങ്ങൾ ഇവരെ അടിച്ച് കൊന്നാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ എനിക്കെൻ്റെ പണം തിരിച്ച് കിട്ടിയേ തീരൂ. ചേച്ചി ചേച്ചി എന്നെ പിടിച്ചു കൊടുക്കല്ലേ ചേച്ചി, ചേച്ചി എന്നെ വിടാൻ പറ ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സുരേന്ദ്രൻ പോകുന്നത്. ആ സമയത്ത് മനോഹരൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, എൻ്റെ ദൈവമേ, പണത്തിന് വേണ്ടിയിട്ട് സ്വന്തം സഹോദരനെ തല്ലിക്കൊന്നാലും കുഴപ്പമില്ലാന്നോ? ഈയൊരു കാര്യം ഞാനോ മറ്റോ ചെയ്തിരുന്നെങ്കിൽ ദൈവമേ, എന്നെ തോക്കെടുത്ത് കൊല്ലുമായിരുന്നല്ലോ. അതോർത്തപ്പോൾ തന്നെ മനോഹരന് നെഞ്ചു വേദനിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പോലീസിൽ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് ശരവണൻ പറയുന്നുണ്ട്, ഡാ പോലീസുകാരോട് സത്യം പറഞ്ഞോടാ,
സുരേന്ദ്രനോട് അച്ഛൻ സംസാരിക്കുന്നത് കേട്ടപ്പോൾ മേഘ പറയുന്നുണ്ട്, അച്ഛാ എന്തിനാ ഇവന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പരിതപിക്കുന്നത്, ഇവരെ പോലുള്ളവരൊക്കെ ചാവുന്നതാ നല്ലത്. അതിന് ശരവണൻ മറുപടി ഒന്നും പറയുന്നില്ല. ആ സമയത്ത് പോലീസുകാരെ സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, സിദ്ധു ആവശ്യമുണ്ടെങ്കിൽ നിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാം, നിങ്ങളൊരു പരാതി ഒന്നുകൂടി റിട്ടേൺ ആയിട്ട് എഴുതി തന്നേക്ക്. അത് പറഞ്ഞിട്ട് പോലീസുകാരൻ അവിടുന്ന് പോവുകയാണ്. ആ സമയത്ത് മേഘയ്ക്ക് അവളുടെ ദേഷ്യം അടങ്ങുന്നുണ്ടായിരുന്നില്ല. അവൾ ശരവണനോട് പറയുന്നുണ്ട്, എന്നെയാണല്ലേ പറ്റിച്ചത് അവൻ, എന്നെ പറ്റിച്ച എന്താ സംഭവിക്കാന്ന് അവന് മനസ്സിലാവണം. മേഘ പറയുന്നത് കേട്ടിട്ട് ചന്ദ്രിക നോക്കി നിൽക്കുകയാണ്. കാരണം അവളുടെ അച്ഛനെ പറ്റിച്ചിട്ടാണ് മേഘ ഇതൊക്കെ നേടിയത്. ഇപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന 50 കോടി രൂപ പോലും മഹേന്ദ്രൻ്റെ സ്വത്തിൽ നിന്ന് നഷ്ടപ്പെട്ട പണമാണ്. പക്ഷേ മേഘയ്ക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടും വിഷമവും ഉള്ളത്. അപ്പോൾ പോലീസുകാർ പോയ സമയത്ത് മുത്തശ്ശി ശരവണനോട് പറയുന്നുണ്ട്, മക്കളെ വളർത്തുമ്പോൾ നല്ല രീതിക്ക് വളർത്തണം, നെറികേടും പറ്റിക്കാനും പഠിപ്പിച്ചു കൊടുത്ത് വളർത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് വലിയ ആളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മനോഹര ശബ്ദം താഴ്ത്തി പിറുപിറുക്കുന്നുണ്ട്, പിന്നെ പറയാൻ പറ്റിയ ആളാണ്. കാരണം മേഘയെ വളർത്തിയത് മുത്തശ്ശിയാണല്ലോ, ഇത്രത്തോളം ഫ്രോഡ് തരം കാണിക്കുന്നത് മേഘയാണല്ലോ. ശരവണൻ മറുത്തൊന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. ആരും ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. സിദ്ധുവും ചന്ദ്രികയാണെങ്കിൽ അവരൊക്കെ പറയുന്നത് കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ ശരവണൻ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് മേഘയോട് പറയുന്നുണ്ട്, മേഘ ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കല്ലേ മോളെ, പോലീസുകാർ നിന്റെ അനിയനെ അടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യും മോളെ, അവനെ തല്ലരുത് എന്തെങ്കിലും ഒരു പ്രാവശ്യം നീ ഒന്ന് വിളിച്ച് പറയാമോ. അപ്പോൾ മേഘ ദേഷ്യത്തോടെ അച്ഛനോട് ചോദിക്കുകയാണ്, എൻ്റെ 50 കോടി രൂപ പറ്റിച്ചു, എന്നിട്ട് അവനെ അടിക്കണ്ടെന്ന് ഞാൻ പോലീസുകാരോട് വിളിച്ചു പറയണോ? സംസാരിക്കാതെ പൊയ്ക്കോ, ഞാൻ വല്ലാത്ത ദേഷ്യത്തിലുള്ളത്, ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോവും. മേഘയുടെ ദേഷ്യം തീരുന്നുണ്ടായിരുന്നില്ല. ഇതിനപ്പുറം അവന് വേണ്ടി ശുപാർശ ചെയ്തിട്ട് എൻ്റെ അടുത്ത് വരരുത്, ഇവിടുന്ന് പൊയ്ക്കോ അച്ഛാ. മേഘ ദേഷ്യത്തോടെ അയാളോട് സംസാരിക്കുന്നത്, അത്രയ്ക്ക് അവൾക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രികയും സിദ്ധാർത്ഥവും ഒക്കെ പരസ്പരം നോക്കുവാണ്, മേഘ എന്തിനൊക്കെ വേണ്ടിയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് വിചാരിച്ചിട്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ തൻ്റെ ദേഷ്യം കുറയില്ല എന്ന് മനസ്സിലായത് കൊണ്ടായിരിക്കാം മേഘ തിരിച്ചകത്തേക്ക് കയറി പോവുകയാണ്. എല്ലാവരും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ചന്ദ്രികയും സിദ്ധാർത്ഥും ശരവണനും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ കാണിക്കുന്നത് അണിഞ്ഞൊരുങ്ങുന്ന ആരതിയാണ്. ആ സമയത്ത് ആകാശ് പുറത്തുനിന്ന് വന്നിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ കുറച്ച് മുല്ലപ്പൂ ഉണ്ടായിരുന്നു. അവനത് ആരതിക്ക് നേരെ നീട്ടുവാണ്. അത് വാങ്ങിയിട്ട് ആകാശിന് താങ്ക്സ് പറയാണ് ആരതി. അവളത് മുടിയിൽ വെക്കാൻ ശ്രമിക്കുമ്പോൾ ആകാശ് ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ പൂവ് നിനക്ക് തലയിൽ ചൂടിത്തരട്ടെ? അപ്പോൾ ആരതി ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, തലയിലൊരു മുല്ലപ്പൂ പോലും വെക്കാൻ അറിയാത്ത ഒരാളാണ് ഞാനെന്നാണോ ആകാശ് കരുതുന്നത്? അപ്പോൾ ആകാശ് പറയുന്നുണ്ട്, നിനക്കറിയില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പിന്നെ നിനക്ക് പൂവ് വെച്ച് തരാൻ എനിക്കൊരാഗ്രഹം. അത് കേട്ട് ചിരിച്ചുകൊണ്ട് ആരതി പറയാണ്, നിന്റെ ഈ ചെറിയ ആഗ്രഹം പോലും നിറവേറ്റിത്തരാൻ പറ്റാത്ത ഒരാളായിട്ട് ഞാൻ മാറുന്നില്ല, ഇന്നാ നീ തന്നെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ആകാശിന് കൊടുത്ത സമയത്ത് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് ആ പൂവ് ആരതിയുടെ തലയിൽ ചൂടിക്കൊടുക്കുവാണ്. ആകാശ് പൂവ് ചൂടുന്നത് നോക്കിയിട്ട് കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് ആരതി പറയുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ, ഭാര്യയ്ക്ക് പൂവ് വാങ്ങിക്കൊടുത്തതും പോരാതെ അത് തലയിൽ ചൂടിക്കൊടുക്കുന്നതൊക്കെ ഉണ്ടല്ലോ. ശരിക്ക് ഞാൻ ഇത്ര പെട്ടെന്ന് ഈ പരീക്ഷ നീ പാസ്സാവുമെന്ന് വിചാരിച്ചതല്ല, കുഴപ്പമില്ല, നീ പാസ്സായി. അത് കേട്ട് ആകാശ് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചന്ദ്രിക അങ്ങോട്ടേക്ക് വരുന്നത്. ആരതി, വരൂ ചന്ദ്രിക. സോറി, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഡിസ്റ്റർബ് ചെയ്തോ? ചന്ദ്രിക ചോദിക്കുന്നുണ്ട്. ഏയ് അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പറ, എന്താ വിശേഷം? അത് പിന്നെ കല്യാണം കഴിഞ്ഞ ഭാര്യയ്ക്കും ഭർത്താവിനും വിരുന്ന് കൊടുക്കുന്നതാണ് സാധാരണ നാട്ടുനടപ്പ്. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാനൊരു വിരുന്ന് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആഹാ, കൊള്ളാലോ. എവിടെയാ ചന്ദ്രിക വിരുന്ന്? ഇപ്പം ചോദിച്ചാൽ എങ്ങനെയാ? താഴത്തേക്ക് വന്ന് നോക്ക്, അപ്പം നിങ്ങൾക്ക് തന്നെ നേരിട്ട് കാണാലോ. നോക്ക് ആകാശ്, രാവിലെ മുതൽ നീ ഇത് തന്നെ പറഞ്ഞിട്ടല്ലേ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നത്. നമുക്ക് വേണ്ടി ചന്ദ്രിക വിരുന്നൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ശരി, നിങ്ങൾ രണ്ടുപേരും താഴേക്ക് വാ, ഞാൻ താഴേക്ക് പോവാണ് കേട്ടോ. ഞങ്ങൾ വന്നോളാം ചന്ദ്രിക. അപ്പോൾ ചന്ദ്രിക താഴത്തേക്ക് പോയിട്ട് നേരെ സിദ്ധുവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അവനും അവിടെ ഫോണിൽ എന്തോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവനെയും ക്ഷണിക്കുകയാണ്. സർ, ആരതിക്കും ആകാശിനും ഞാൻ വിരുന്ന് ഏർപ്പാടാക്കിയിട്ടുണ്ട്, ആ വിരുന്നിൽ സാറും പങ്കെടുക്കണം. അപ്പോൾ സിദ്ധു ചിരിച്ചുകൊണ്ട് പറയാണ്, ചന്ദ്രിക ഏർപ്പാടാക്കിയ വിരുന്നിൽ ഞാൻ പങ്കെടുക്കാതെ പിന്നെ? ജാനകി അമ്മായിയെയും സാർ ഈ വിരുന്നിന് ക്ഷണിക്കണം. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, വിരുന്ന് ഏർപ്പാടാക്കിയത് ചന്ദ്രിക, വിരുന്ന് നടത്തുന്നയാളല്ലേ വിളിക്കുന്നത് നല്ലത്, താൻ തന്നെ പോയിട്ട് വിളിച്ചോ. ശരി, ചന്ദ്രിക പറയാണ്. അങ്ങനെ ചന്ദ്രിക ജാനകിയെ കൂടി ക്ഷണിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആ സമയത്ത് ജാനകി ടെറസിലിരുന്നിട്ട് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ജാനകിയുടെ അടുത്ത് പോയിട്ട് പറയാണ്, ആകാശിനും ആരതിക്കും ഞാൻ വിരുന്ന് ഏർപ്പാടാക്കിയിട്ടുണ്ട്, ആ വിരുന്നിൽ ജാനകി അമ്മായിയും ചേരണം.
അപ്പം മറുപടി ഒന്നും പറയാതെയാണ് ജാനകി നോക്കി നിൽക്കുകയാണ്. ആരതിക്കും ആകാശിനും അതൊരു സന്തോഷമായിരിക്കും. അവർക്ക് മാത്രമല്ല എനിക്കും സന്തോഷമായിരിക്കും. അപ്പോൾ ജാനകി തിരിച്ചു ചോദിക്കുകയാണ്, ഏട്ടനും ഏട്ടത്തി എവിടെ? അവർ രണ്ടുപേരും അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്, അങ്ങോട്ട് പോയിരിക്കുക. ശരി, നീ പോയി ആരതിക്കും ആകാശിനും വിരുന്ന് കൊടുക്ക്, ഞാൻ പിന്നീട് വന്നോളാം. ശരി അമ്മായി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക താഴേക്ക് പോവുകയാണ്. പക്ഷേ ജാനകിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ടായിരുന്നു ചന്ദ്രികയുടെ ആ ഒരു സ്നേഹമൊക്കെ കാണുന്ന സമയത്ത്. അപ്പോൾ അതേസമയം സിദ്ധാർത്ഥാണെങ്കിൽ ആകാശിനോടും ആരതിയോടും പറയുന്നുണ്ട്, ചന്ദ്രിക ഒരു അടിപൊളി വിരുന്നാ നിങ്ങൾക്ക് ഏർപ്പാടാക്കിയിട്ടുള്ളത്, വാ നമുക്ക് വയറ് നിറച്ച് തട്ടിയിട്ട് വരാം. ശരി ശരി ആരതിയും പറയാണ്. ഏട്ടൻ്റെയും അനിയത്തിയുടെ സംസാരം കേട്ടിട്ട് ആകാശിന് ചിരി വരുന്നുണ്ടായിരുന്നു. അല്ല ആരതി, നിന്റെ കാല് നിലത്ത് നിൽക്കുന്നില്ലല്ലോ സന്തോഷം കൊണ്ട്. സിദ്ധു കളിയാക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രിക വന്നിട്ടുണ്ടായിരുന്നു. ചന്ദ്രിക എന്തു പറഞ്ഞ അമ്മ? അമ്മയും വിരുന്നിൽ പങ്കുചേരാന്ന് പറഞ്ഞോ? സിദ്ധു അവളോട് ചോദിക്കുകയാണ്. അമ്മായിയും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ 3 പേരും ആദ്യം വാ, എന്നിട്ട് അതിനുശേഷം അമ്മായി വരാം എന്ന് പറഞ്ഞു. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, അയ്യോ ചന്ദ്രിക അങ്ങനെ വേണ്ട, ആദ്യം ചെറുക്കനും പെണ്ണും കഴിക്കട്ടെ, അതിനുശേഷം നമുക്ക് 2 പേർക്കും കഴിക്കാം, ഓക്കെ? അത് കേട്ട് ചന്ദ്രിക ഇങ്ങനെ കുറുമ്പോടെ നോക്കുകയാണ് സിദ്ധുവിനെ. കാരണം അതിനുശേഷം അവർ 2 പേരുമാണ് ചെറുക്കനും പെണ്ണും എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ആരതിയും പറയുന്നുണ്ട് ആഹാ. അപ്പോൾ സിദ്ധു ആകാശ് കാണാതെ ആരതിയോട് മിണ്ടല്ലേ എന്ന് കാണിക്കുകയാണ്. പക്ഷെ ആകാശിന് കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവനും ചിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ആരതി ആകാശ് ആദ്യം നിങ്ങൾ വാ. ആകാശിനെ ചേർത്ത് പിടിച്ചിട്ടാണ് സിദ്ധു കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഈ ലോകത്തിലെ നമുക്ക് ഭക്ഷണമാണ് ആദ്യത്തെ പ്രയോറിറ്റി ഉള്ള കാര്യം. ചന്ദ്രിക 2 പേരെയും ടേബിളിലേക്ക് ഭക്ഷണമൊക്കെ നിരത്തി വെച്ചിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സിദ്ധു ആണെങ്കിൽ ഭയങ്കര ഫോർമാലിറ്റിയോടെയാണ് സംസാരിക്കുന്നത്. കല്യാണ ചക്കനെ വിളിച്ചിരുത്തുകയും അതേപോലെ തന്നെ സഹോദരി നിനക്കിന്ന് ഭക്ഷണം ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആളാവുകയാണ്. ശരി ഏട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആരതി ഇരിക്കുന്നത്. 2 പേർക്കും ഭക്ഷണം വിളമ്പാൻ വേണ്ടിയിട്ട് ഇലയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. സിദ്ധാർത്ഥും ചന്ദ്രികയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ആരതിക്കും ആകാശിനും വേണ്ടിയിട്ട്. അതിനുശേഷം ചന്ദ്രിക ഓരോരോ ഐറ്റങ്ങളായിട്ട് 2 പേരുടെ ഇലയിലേക്ക് വിളമ്പുവാണ്. ചന്ദ്രിക ഓരോരോ ഐറ്റങ്ങളും വിളമ്പുന്നത് കണ്ടിട്ട് ആരതി ആകാശം ഇങ്ങനെ മിഴിച്ചു നിൽക്കുകയാണ്. ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഫിഷും മീറ്റും അതുപോലെ തന്നെ ചിക്കനും, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആരതി പറയുന്നുണ്ട്, ആഹാ ഇത് എന്തോരം ഭക്ഷണ സാധനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, എന്നെ ഒന്നും വിളിച്ചത് പോലും ഇല്ലല്ലോ, പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനും വന്ന് ഹെൽപ്പ് ചെയ്യായിരുന്നില്ലേ. അപ്പോൾ ചന്ദ്രിക പറയാണ്, നീ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ പുതുപ്പെണ്ണാണ്, ഈ സമയത്ത് നീ അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇപ്പോൾ പുതുപ്പെണ്ണിനുള്ളതൊക്കെ ഞാൻ തന്നെയാണ് പാചകം ചെയ്യുന്നത്. ശരി ശരി ആരതി സമ്മതിക്കുകയാണ്. അപ്പോൾ ചോറ് കൊണ്ടാണ് ചന്ദ്രിക സംസാരിക്കുന്നത്. സിദ്ധു ഓരോരോ ഐറ്റങ്ങൾ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ആകാശ് പുഞ്ചിരിച്ചുകൊണ്ട് ഇവരുടെ സംസാരമൊക്കെ കേട്ടിരിക്കുകയാണ്. അപ്പോൾ സിദ്ധു ചന്ദ്രികയോടായിട്ട് പറയാണ്, ചന്ദ്രിക ഒരു പുരുഷൻ എപ്പോഴും അവൻ്റെ ഭാര്യയുടെ കൈകൊണ്ട് ഭക്ഷണം പാചകം ചെയ്തിട്ട് കഴിക്കണം എന്നാണ് ആഗ്രഹിക്കുക. അത് കേട്ട് ആകാശ് സിദ്ധുവിനെ നോക്കുകയാണ്. അതുപോലെ തന്നെയാണ് ആകാശും ആരതിയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിലെന്താ തെറ്റുള്ളത്? അത് കേട്ട് ആകാശിന് ഒരു ചെറിയ ക്യൂരിയോസിറ്റി ഒക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ചിരിച്ചുകൊണ്ട് ആരതിയും പറയാണ്, ഓക്കെ അപ്പോൾ നാളെ മുതൽ ആകാശിനുള്ള ഭക്ഷണം ഞാൻ തന്നെ എൻ്റെ കൈകൊണ്ടുണ്ടാക്കി കൊടുക്കാം. കുഴപ്പമില്ലല്ലോ. ചന്ദ്രികയും സിദ്ധു പരസ്പരം നോക്കി പുഞ്ചിരിക്കുകയാണ്. അപ്പം ആകാശ് പറയാണ്, ദൈവമേ നീയാണോ പാചകം ചെയ്യാൻ പോകുന്നത്? നിനക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറല്ല ആരതി. അത് കേട്ട് കുശുമ്പോട് കൂടി ആരതി ആകാശിനെ നോക്കുകയാണ്. പക്ഷെ ആകാശിൻ്റെ സംസാരം കേട്ട് സിദ്ധാർത്ഥും ചന്ദ്രികയെ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രിക ആരതിയുടെ പക്ഷം ചേർന്ന് പറയുകയാണ്, ആകാശ് നീ ഭയപ്പെടുന്നത് പോലെയൊന്നും ഇല്ല, ആരതി അത്ര മോശം പാചകക്കാരിയൊന്നും അല്ല, അത്യാവശ്യം നന്നായിട്ടൊക്കെ കുക്കിംഗ് ഒക്കെ ചെയ്യും. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് ആരതിയും പറയുന്നുണ്ട്, കേട്ടില്ലേ ചന്ദ്രികയാണ് എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നിട്ടുള്ളത്, ഇനി എന്താ വേണ്ടത്? നാളെ മുതൽ എൻ്റെ കൈകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി പാചകം ചെയ്തു തരും. അവർ 4 പേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ജാനകി അവരുടെ ആ ഒരു സ്നേഹ സംസാരം കേട്ട് നിൽക്കുകയാണ് പുഞ്ചിരിച്ചുകൊണ്ട്. അപ്പോൾ ആരതി ചന്ദ്രികയോട് പറയുന്നുണ്ട്, ചന്ദ്രിക പറയാതിരിക്കാൻ വയ്യ, മട്ടൻ ഫ്രൈ അപ്പാര ടേസ്റ്റാണ്. അപ്പോൾ ചന്ദ്രിക പുഞ്ചിരിച്ചുകൊണ്ട് അവളെ നോക്കുകയാണ്. ആകാശം ആസ്വദിച്ച് കഴിച്ചുകൊണ്ട് പറയുന്നുണ്ട്, സത്യമാണ്. അത് മാത്രമല്ല പ്രോൺസിൻ്റെ ഫ്രൈയും സൂപ്പറായിട്ടുണ്ട്, ഇത്രയും ടേസ്റ്റോടെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥിനെ നോക്കുകയാണ് ചന്ദ്രിക. സിദ്ധാർത്ഥും പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടുന്നുണ്ട്. കാരണം ഇതിനു മുൻപ് അവനവളെ ഒന്ന് പറ്റിച്ചതാണല്ലോ എല്ലാ ഫ്രൈയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട്.
അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ജാനകി ചിരിച്ചുകൊണ്ട് മനസ്സിൽ ചിന്തിക്കുകയാണ്, കുഴപ്പമില്ല, ചന്ദ്രികയെങ്കിലും എൻ്റെ മക്കൾക്ക് വിരുന്ന് കൊടുത്തല്ലോ. അപ്പോഴാണ് സിദ്ധു കാണുന്നത് ജാനകി അവിടെ ഉള്ളത്. അപ്പോൾ അവൻ ശബ്ദം താഴ്ത്തി ചന്ദ്രികയോട് പറയുന്നുണ്ട്, ചന്ദ്രിക അമ്മ വന്നിട്ടുണ്ട്, വിളിക്ക്. അപ്പോൾ ചന്ദ്രിക വേഗം വിളിക്കുകയാണ്, അമ്മായി വാ അമ്മായി. ജാനകി പുഞ്ചിരിച്ചുകൊണ്ട് വരുന്നത് കണ്ടിട്ട് സിദ്ധാർത്ഥിന് തന്നെ അതിശയാകുന്നുണ്ടായിരുന്നു. ജാനകി അടുത്തെത്തിയ സമയത്ത് സിദ്ധുവും പറയുന്നുണ്ട്, അമ്മ വാ അമ്മ വാ, വന്ന് ഭക്ഷണം കഴിക്ക്. കുഴപ്പമില്ല മോനെ, അവർ രണ്ടുപേരും ആദ്യം കഴിക്കട്ടെ. അപ്പോൾ ആരതി പറയുന്നുണ്ട്, അമ്മ കൂടി വാ, അമ്മ കൂടി വന്നിരുന്ന് കഴിക്ക് ഞങ്ങളുടെ കൂടെ. കുഴപ്പമില്ല, നിങ്ങൾ രണ്ടുപേരും കഴിക്കുക, അതിനുശേഷം ഞാൻ കഴിച്ചോളാം. ആരതിയോടായിട്ട് പറഞ്ഞപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, അമ്മായി കൂടി അവരുടെ കൂടെ ഇരുന്ന് കഴിച്ചോളൂ അമ്മായി. വേണ്ട മോനെ, അവർ രണ്ടുപേരും കഴിക്കട്ടെ, എന്നിട്ട് ഞാൻ കഴിച്ചോളാം. അത് സാരയില്ല അമ്മ, ചന്ദ്രിക പറഞ്ഞില്ലേ, അമ്മ കൂടി അവരുടെ കൂടെ ഇരുന്ന് കഴിച്ചോളൂ, എല്ലാ ഭക്ഷണ സാധനങ്ങളും ഉണ്ടല്ലോ. സിദ്ധു നിർബന്ധിച്ച് പറയാണ്, അയ്യോ പറയുന്നത് കേൾക്കമ്മ, അവരുടെ കൂടെ ഇരുന്ന് കഴിക്കേ. എന്നിട്ട് വീൽ ചെയർ ഉരുട്ടിയിട്ട് അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പാകത്തിന് വെച്ചു കൊടുക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രിക ജാനകിക്കുള്ള ഭക്ഷണമൊക്കെ വിളമ്പുന്നുണ്ടായിരുന്നു. അപ്പോൾ വിളമ്പുന്നത് മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ട് സിദ്ധു ചോദിക്കുന്നുണ്ട്, ചന്ദ്രിക ഇതെന്താ അമ്മയ്ക്ക് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം വിളമ്പുന്നത്? അപ്പോൾ ചന്ദ്രിക പറയാണ്, അമ്മായി നോൺ വെജ് കഴിക്കുന്നത് നിർത്തിയെന്ന് അന്ന് പറഞ്ഞിരുന്നില്ലേ സർ, അതുകൊണ്ട് ഞാൻ അമ്മായിക്ക് വേണ്ടി മാത്രം വെജിറ്റേറിയൻ ഭക്ഷണം ഉണ്ടാക്കിയതാണ്. അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥിന് വല്ലാത്ത അതിശയം തോന്നുവാണ്, ഇത്രയും ഭക്ഷണം ഉണ്ടാക്കിയ കൂട്ടത്തിൽ അമ്മയ്ക്കായിട്ട് വെജിറ്റേറിയൻ വേറെയും ഉണ്ടാക്കിയോ എന്ന് വിചാരിച്ചിട്ട്. ചന്ദ്രികയുടെ ആ ഒരു കെയറിങ് കണ്ട സമയത്ത് ആകാശും ആരതിയും സിദ്ധാർത്ഥും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ സിദ്ധുവിനോടായിട്ട് ജാനകി പറയുന്നുണ്ട്, അതേ മോനെ, ഞാൻ നോൺ വെജ് കഴിക്കുന്നത് നിർത്തിയിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് ചന്ദ്രികയെ പുകഴ്ത്താൻ മറക്കുന്നില്ല, ചന്ദ്രിക കുഴപ്പമില്ലല്ലോ, ഈ വീട്ടിലെ ഓരോരുത്തർക്കും എന്താ ഇഷ്ടമെന്ന് നോക്കിയിട്ട് വേറെ വേറെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അപ്രീഷിയേറ്റ് ചെയ്യുവാണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ജാനകിയും അതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പുഞ്ചിരിക്കുന്നത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.